പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായേക്കാവുന്ന സാമ്പത്തിക പ്രതിസന്ധിയെ പിടിച്ചുകെട്ടാൻ സ്വർണം വാങ്ങുന്നത് നിയന്ത്രിക്കണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. മുന്നിൽ ഉദിച്ചേക്കാവുന്ന അതിഭീകര പ്രതിസന്ധിയിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വില്ലനായി സ്വർണം മാറുന്നത് എങ്ങനെ? സംസ്കാരത്തോട് ചേർന്ന് കിടക്കുന്ന സ്വർണ്ണഭ്രമം രാജ്യത്തിന് തിരിച്ചടിയാകുമോ? വെല്ലുവിളി എന്ന പ്രധാനമന്ത്രിയെ കൊണ്ട് പോലും പറയിപ്പിക്കുന്ന കണക്ക് വില്ലനോ സ്വർണം? ആഗോള പ്രതിസന്ധിയും വിദേശ നാണ്യ ശേഖരത്തിൽ ഉണ്ടാവുന്ന കുറവും ചൂണ്ടിക്കാട്ടിയാണ് സ്വർണം നിയന്ത്രിക്കാൻ പ്രധാനമന്ത്രി ജനങ്ങളോട് ആഹ്വാനം ചെയ്തത്. ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്നതും വിദേശ നാണ്യ ശേഖരത്തിൽ ഉണ്ടാകുന്ന കുറവുമാണ് പരാമർശങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണങ്ങൾ. ഇന്ത്യ സ്വർണവും ക്രൂഡ് ഓയിലും ഇറക്കുമതി ചെയ്യുന്നത് അമേരിക്കൻ ഡോളർ നൽകിയാണ്. സ്വർണം വാങ്ങുന്നത് കൂടുമ്പോൾ രാജ്യത്തെ ഡോളർ ശേഖരം വൻതോതിൽ കുറയും. ഇത് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തെ ബാധിക്കും. 2026 സാമ്പത്തിക വർഷത്തിൽ പ്രതിമാസം ശരാശരി 60 ടൺ സ്വർണമാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത്. ഇതിനായി ഏകദേശം 600 കോടി ഡോളറാണ് രാജ്യം ചെലവിടുന്നത്. അതായത് വാങ്ങുന്ന ഓരോ തരി സ്വർണവും വിദേശ നാണ്യ ശേഖരത്തിൽ ഇടിവുണ്ടാക്കും. അതേസമയം സ്വർണ്ണവില എത്തി നിൽക്കുന്നത് 1,12,920 രൂപയിലാണ്. യുദ്ധം കനത്താൽ ഇത് ഇനിയും ശരവേഗം കുതിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷെ സ്വർണം ഉപേക്ഷിക്കാൻ തയ്യാറാകുമോ ഇന്ത്യ? പൊന്നിന്റെ പൊള്ളുന്ന വില കണ്ട് കണ്ണു തള്ളിയവരെ വീണ്ടും ഞെട്ടിക്കുന്നത് ഇതേ സ്വർണത്തിന്റെ ഭൂതകാലമാണ്. 1925 വെറും 13 രൂപ 75 പൈസയും 2005 വെറും 5000 രൂപയും 2015 20,000 രൂപയുമായിരുന്നു ഈ ലക്ഷപ്രഭുവിന്റെ വിലയെന്ന് വിശ്വസിക്കാൻ പ്രയാസം കാണും. കഴിഞ്ഞൊരു ദശാബ്ദത്തിൽ സ്വർണ്ണവില അതിന്റെ സർവ്വകരുത്തും കാട്ടിയാണ് മുന്നേറിയത്. ആ ഓട്ടം ഒന്ന് പരിശോധിക്കാം. 1925 13.75 രൂപയിൽ നിന്നും 1935 22.65 രൂപയിലേക്കും 1950 72.75 രൂപയിലേക്കും 1975 396 രൂപയിലേക്കുമാണ് പവന്റെ വില കയറിയത്. 80കളിൽ ആദ്യമായി സ്വർണം 1000 കടന്നു. 1985 വില പവന് 1573 രൂപ. 1990കളിൽ 1000 രൂപ വർദ്ധിച്ച് പവൻ 2500 അടുത്തു. 1995 വില 3432 രൂപ. പക്ഷെ 2000 വരെയുള്ള കാലത്ത് വില ഇടിഞ്ഞു. ആഗോള സാമ്പത്തിക രംഗത്ത് റിയൽ എസ്റ്റേറ്റ്, ഓഹരി വിപണി അടക്കം മറ്റു മേഖലകൾ കൂടുതൽ വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ ചെറിയ മങ്ങലേറ്റ സ്വർണ്ണവില 2000-ന് ശേഷം പൂർവാധികം ശക്തിയോടെ കുതിച്ചു കയറി. 2010 12,000 ആയെങ്കിൽ 2015 അത് 20,000 തൊട്ടു. 10 കൊല്ലം മുമ്പ് 2020 32,000 കടന്ന സ്വർണ്ണവില 2024 മാർച്ച് 29-നാണ് ആദ്യമായി 50,000 കടന്നത്. അതേ ഏപ്രിലിൽ 54,000 കടന്ന് മെയ്യിൽ 55-ലെത്തി. 2025 ജനുവരിയിൽ 60,000 താണ്ടി സ്വർണ്ണവില. അവിടെ നിന്ന് 1,00,000-ലേക്ക് വലിയ ദൂരം ഉണ്ടായില്ല. ഏപ്രിൽ 12-ന് 70,000-ഉം സെപ്റ്റംബർ 9-ന് 80,000-ഉം തൊട്ടു. ഡിസംബർ 23-ലെ സർവകാല റെക്കോർഡ് ലക്ഷത്തിളക്കമാണ് പൊന്നിന് നൽകിയത്. 5 മാസം കൊണ്ട് 1,12,920-ലേക്കും എത്തി. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം സർവകാല താഴ്ചയിലേക്ക് കൂപ്പുകുത്തിയതോടെ വില ഇനി ഉയരുമെന്നാണ് നിഗമനം. യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നത് പ്രതിസന്ധി വർദ്ധിപ്പിച്ചേക്കും.